ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ASLB അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു PYQ സെഷൻ കൈകാര്യം ചെയ്യുന്നു. നിങ്ങളുടെ 2026 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള നിരവധി പരീക്ഷകൾ ഇതാ നടക്കാൻ പോവുകയാണ്. എല്ലാ പരീക്ഷകളുടെയും സിലബസിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പോളിറ്റിയുടെ ഭാഗമായുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അല്ലേ, ഇന്ത്യൻ ഭരണഘടന, അതുപോലെ തന്നെ സുപ്രധാനമായ നിയമങ്ങൾ, അതുപോലെ സിവിക്സ് തുടങ്ങിയ നിരവധി ടോപ്പിക്കുകൾ അടിസ്ഥാനമാക്കിയ ഒരു PYQ സെഷനാണ്. വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതാ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. 92, 86, 44, 52. സിമ്പിളായിട്ട് നമുക്കറിയാം ഉത്തരം ഏതായിരിക്കും. ഒന്നേ ശരിയുള്ളൂ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്ന് പറയുമ്പോൾ ഏതാണ്? 86ാമത് ഭേദഗതി, 86ാം അമെൻമെന്റ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അമെൻമെന്റ് ആണ് 86ാം ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്നും മൗലിക കടമയാണെന്നും പ്രഖ്യാപിച്ചു. മൗലിക കടമയാണെന്നും മൗലിക അവകാശമാണെന്നും പ്രഖ്യാപിച്ചു. ഈ അനുച്ഛേദം 86ാം ഭേദഗതി പ്രകാരമാണെന്ന് നമ്മൾ അവിടെ ഓർത്തിരിക്കണം. ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ അറിയണം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക അവകാശം പറഞ്ഞ ഏതായിരിക്കും? ആർട്ടിക്കിൾ 21A 21A കണ്ടോ? വിദ്യാഭ്യാസം മൗലിക അവകാശം എന്താ പറഞ്ഞത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകേണ്ടത്, വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാണ് എന്ന് പ്രഖ്യാപിച്ച ആർട്ടിക്കിളാണ് 21A. അപ്പോൾ മൗലികാവകാശങ്ങളുടെ പട്ടികയിലേക്ക് 21A എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ചോദിച്ചാൽ ഏത് തന്നെ? 86ാം ഭേദഗതി. ഏത് വർഷമാണ്? 2002. 2002 86ാം ഭേദഗതി. അതുപോലെ തന്നെ ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു. അതിങ്ങനെയാണ്: 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു 86ാം ഭേദഗതിയിലൂടെ. മൗലിക കടമകളുടെ എണ്ണം 11. ഭരണഘടനയിൽ 10 മൗലിക കടമകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 11ാമത്തെ ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു. 10 നമുക്കറിയാം, അതും 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. 11ാമത്തെ മൗലിക കടമയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ 86ാം അമെൻമെന്റിലൂടെ കൂട്ടിച്ചേർത്തത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 51A ക്ലോസ് K ഇതാണ് കൂട്ടിച്ചേർത്തത്. കണ്ടോ? 51A ക്ലോസ് K എന്ന അനുച്ഛേദമാണ് കൂട്ടിച്ചേർത്തത്. ഇതും 86ാം ഭേദഗതി, 2002 86ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. 51K ക്ലോസ് K അതിലൂടെ കൂട്ടിച്ചേർത്ത പ്രധാനപ്പെട്ട ആശയമാണ് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ് തങ്ങളുടെ കുട്ടികൾക്ക് എത്ര വയസ്സ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് നൽകുക? വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും മൗലികമായ കടമയാണ് എന്നാണ് ആ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിൾ പറയുക? 51K. അപ്പോൾ ഇവിടുത്തെ ചോദ്യം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും എന്താണെന്ന് കടമയാണ് എന്ന് പ്രതിപാദിക്കുന്നത് ഏത് അമെൻമെന്റിലൂടെയാണ് ഉൾപ്പെടുത്തിയത്? 86. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ DPSP മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 പറയുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കടമയാണ്. എന്താണ്? 6 വയസ്സ് വരെയുള്ള, ഇത് ഓർത്തിരിക്കണം, 6 വയസ്സ് വരെ എന്നാണ് പറയുക, മാറിപ്പോകരുത്. 6 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ആദ്യകാല പരിചരണം, വിദ്യാഭ്യാസമൊക്കെ ഉറപ്പാക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഏത്? 45 DPSP അല്ലെ, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പട്ടികയിൽ പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 40. ഈ 3 ആർട്ടിക്കിളുകളും മൗലിക അവകാശവുമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയാമല്ലോ, 21A, 51A ക്ലോസ് K, 45. ഓർത്ത് 21A, 51A ക്ലോസ് K ഇത് രണ്ടും കൂട്ടിച്ചേർത്തത് എത്രാമത്തെ? 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന കാര്യം കൂടി നിങ്ങളവിടെ ഓർത്തിരിക്കുക. ഈസി അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കൃഷിയും പോലീസും, 2 ജയിലും തദ്ദേശ ഗവൺമെന്റും, വിദ്യാഭ്യാസവും വനവും. ഇത് ഏതൊക്കെയാണ്? സംസ്ഥാന ലിസ്റ്റുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ലിസ്റ്റുകൾ എന്ന് അറിയപ്പെട്ട വിഷയം അല്ലേ? നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? കനേഡിയൻ ഭരണഘടന.
കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് പറയും നമുക്കറിയാം. എവിടുന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് അല്ലെ. ഇവിടുത്തെ ശരി ഉത്തരം നമുക്കറിയാം. വിദ്യാഭ്യാസം, വനം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ഇതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42ാമത്തെ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞൂടെ, അതിലൂടെയാണ് മാറ്റിയത്. അതുകൊണ്ട് തന്നെ 3ാമത്തെ ഓപ്ഷൻ വരുന്നില്ല, ബാക്കിയെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉം ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് അല്ലെ. ശരിയായ പ്രസ്താവനയെ പറയുക. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് ഇവിടെ പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കൃഷിയും പോലീസും നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് അല്ലെ. ജയിലും തദ്ദേശ ഗവൺമെന്റും അല്ലെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെ ഏതിലാണ് വരുന്നത് നമുക്ക് പറയേണ്ടതില്ല. ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് എന്ന കാര്യം കൂടി നമ്മളവിടെ ഓർത്തിരിക്കണം അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൃഷി, പോലീസ്, മനസ്സിലാവുന്നുണ്ടോ, അതുപോലെ തദ്ദേശ ഗവൺമെന്റ് മുതലായവയെല്ലാം ഏതിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കണം. സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികാരപരിധിയുള്ള വിഷയങ്ങൾ ഉൾപ്പെട്ട ലിസ്റ്റാണ് എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള വിഷയങ്ങളാണ് എന്നറിയപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ്. അപ്പൊ ചോദിക്കുക, യൂണിയൻ ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 100 വിഷയങ്ങളാണ് നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ. ആദ്യം 97ആണ്, നിലവിൽ എത്ര വിഷയങ്ങളാണ്? 100 വിഷയങ്ങളാണ് ഉള്ളത് അല്ലേ. നമുക്കറിയാം റെയിൽവേ, പ്രതിരോധം, ബാങ്കിങ്, പോസ്റ്റ് അല്ലേ, മുതലായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ഇതിലുള്ളത്, യൂണിയൻ ലിസ്റ്റിലുള്ളത് നമുക്കറിയാം. ഇനി നമുക്കറിയാം സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ? എത്രയുണ്ട്? നിലവിൽ 61 വിഷയങ്ങളാണ് ഇതിലുള്ളത്, സംസ്ഥാന ലിസ്റ്റിലുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം 66 ഉണ്ട്, കുറെ എണ്ണം ഇങ്ങോട്ട് മാറ്റി. ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസം, വനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി. അപ്പൊ അതുകൊണ്ട് നിലവിൽ 61 വിഷയങ്ങളാണ് ഇതിലുള്ളത്, നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? കൺകറന്റ് ലിസ്റ്റിൽ ഉള്ള വിഷയങ്ങളുടെ എണ്ണം ശരിക്കും പറഞ്ഞാൽ നിലവിൽ 52 വിഷയങ്ങൾ. 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇത് ആദ്യകാലത്ത് 47 ആയിരുന്നു. നിലവിൽ 52 വിഷയങ്ങളാണ് കൺകറന്റിൽ ഉള്ളത്. നേരത്തെ 47 വിഷയങ്ങളാണെന്നൊക്കെ ഓർത്തിരിക്കണം. കൺകറന്റ് ലിസ്റ്റിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഏതൊക്കെ? വനം, അതുപോലെ തന്നെ പിന്നീട് വന്യജീവി സംരക്ഷണം, വിദ്യാഭ്യാസം, മനസ്സിലാവുന്നുണ്ടോ, അതുപോലെ ക്രിമിനൽ നിയമങ്ങൾ, അതുപോലെ സിവിൽ നടപടിക്രമങ്ങൾ, തൊഴിൽ സംഘടനകൾ, ഇതൊക്കെ തന്നെ കൺകറന്റ് ലിസ്റ്റിലാണെന്നൊക്കെ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? കൃഷിയും പോലീസും സ്റ്റേറ്റ് ലിസ്റ്റാണ്, ജയിലും തദ്ദേശ ഗവൺമെന്റും സ്റ്റേറ്റ് ലിസ്റ്റാണ്, വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് ഇവിടെ ഓൺലി 1 and 2 എന്നുള്ളത് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണപ്പെടുന്നത്. രാജ്യസഭ എന്താണ് ചോദ്യം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവന രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായ പ്രസ്താവനകൾ ഏതെന്നുള്ളതാണ്. 1, രാജ്യസഭയുടെ കാലാവധി 6 വർഷം. അത് തന്നെ തെറ്റാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് ചോദിച്ചാൽ ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അതിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? 1 വരുന്നത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ രാജ്യസഭ പാർലമെന്റിന്റെ അധോ സഭയാണ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അപ്പർ ഹൗസ്, ഉപരിസഭയാണ് രാജ്യസഭ. മനസ്സിലാവുന്നുണ്ടോ? രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 ആണോ? അല്ല. എത്ര വയസ്സാണ്? 30 വയസ്സാണ്. അത് തെറ്റ്. 4, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണോ? അല്ല. ജനസംഖ്യ ആനുപാതികമായിട്ടാണ്, ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നുള്ളത് ഓപ്ഷനിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഉണ്ടോ? എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നുള്ളതാണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? രാജ്യസഭ, ലോകസഭ 2 തലങ്ങളുള്ള പാർലമെന്ററി സംവിധാനം. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് പറയാമോ? ദ്വിമണ്ഡല ഭരണ സംവിധാനം, അല്ലെങ്കിൽ ബൈക്യാമറൽ സിസ്റ്റം. മനസ്സിലാവുന്നുണ്ടോ? രാജ്യസഭയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ചോദിച്ചാൽ 79. ലോകസഭ ആർട്ടിക്കിൾ 80. പാർലമെന്റിന്റെ രൂപീകരണമാണ് ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് 79. ആർട്ടിക്കിൾ 79 പാർലമെന്റിന്റെ രൂപീകരണമാണ്. ഉണ്ടോ? രാജ്യസഭ ആർട്ടിക്കിൾ 80 ലോകസഭ ആർട്ടിക്കിൾ 81. മനസ്സിലാവുന്നുണ്ടോ? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെന്റ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 108. ഇതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നും ചോദിച്ചാൽ ഇവിടെ നിന്നാണ്, അമേരിക്ക. അതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രാജ്യസഭയുടെ ബന്ധപ്പെട്ട ഈ സ്റ്റേറ്റ്മെന്റുകളിൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണെന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്നാണ്. ഒന്ന്, 73, 74 ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. 4, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനാണ്. ഓപ്ഷൻ എ 2ഉം 4ഉം തെറ്റ്, 2ഉം 3ഉം 1ഉം 2ഉം 3ഉം 4ഉം എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായ ഉത്തരം നമുക്ക് ഏത് പറയാം? നമുക്കറിയാം 73 ആൻഡ് 74 ഭേദഗതി അറിയാമല്ലോ. ഏതാണ്? ഒന്ന്, പഞ്ചായത്ത് രാജ് ഭേദഗതി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി കൊടുത്ത അമെൻമെന്റ് ആണ് എന്നറിയപ്പെടുന്നത് 73. നഗരപാലിക മുനിസിപ്പാലിറ്റി സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി കൊടുത്ത സ്ഥാപനമാണ് 74. രണ്ടിന്റെയും ഇന്ത്യയിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള സ്ഥാപനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അർത്ഥത്തിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് കണ്ടെത്താം. തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. 2, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. തെറ്റ്. 1990-ലാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വന്നതെന്നുള്ള പ്രസ്താവന തെറ്റാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1993 ഡിസംബർ മാസം 3 ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ പ്രസ്താവന തെറ്റ്, ഒരെണ്ണം കിട്ടി. ഇവിടുത്തെ ഉണ്ടോ തെറ്റായ പ്രസ്താവന 1 കിട്ടി. 2, കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. നമുക്കറിയാം സുകുമാർ സെൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. ഇന്ത്യയുടെ കേരള സംസ്ഥാനം എന്നല്ല ഇവിടുത്തെ ചോദ്യം. അത് MS ജോസഫ് ആണ് ശരി ഉത്തരം. കണ്ടോ, MS ജോസഫ് ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രസ്താവന ഇവിടെ തെറ്റെന്ന് കണ്ടെത്തി, 2ഉം തെറ്റെന്ന് കണ്ടെത്തി. മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റ്. ഇനി 4, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ നിലവിലെ പിന്നീട് മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാൻ ആണ്. ശരിയാണ്. ഷാജഹാൻ എന്നുള്ളത് ഇവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലാവുന്നു? അപ്പം 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകളാണ് തെറ്റ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടതാ. 2, 3 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? ക്ലിയർ ആണോ? അല്ലേ? അപ്പൊ നമുക്കറിയാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് പറയാമോ? 1950. ഡേറ്റ് പറയാമോ എന്നാണെന്ന്? ഏത് മാസം? ജനുവരി 25. ഇതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി മാസം 25 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു? പറയൂ. നാഷണൽ വോട്ടേഴ്സ് ഡേ, ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്ന ഡേറ്റ് ജനുവരി മാസം 25. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാം വകുപ്പ് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? സിമ്പിൾ ചോദ്യം. അതായത് ഏത് ഭാഗത്താണ് ആർട്ടിക്കിൾ 44 ഉൾപ്പെട്ടിരിക്കുന്നത്? മൗലികാവകാശങ്ങളിലാണോ, മൗലിക കർത്തവ്യങ്ങളിലാണോ, സുപ്രീം കോടതി അധികാരത്തിലാണോ, ഗവർണറുടെ അധികാരത്തിലാണോ, മാർഗനിർദ്ദേശക തത്വങ്ങളിലാണോ? സിമ്പിൾ അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. നമുക്കറിയാം ഭരണഘടനയുടെ പാർട്ട് ഏതാണ്? പറയൂ. പാർട്ട് 4, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണെന്ന് പറയാമോ? DPSP എന്ന ആശയം കടമെടുത്ത രാജ്യം ചോദിച്ചാൽ അയർലൻഡിൽ നിന്നാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ? DPSPയുടെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടി രണ്ടിന്റെയും അടിസ്ഥാനപരമായ പ്രത്യേകത എന്താണ്? ദേ ആർ ഇൻജസ്റ്റിസിബിൾ ഇൻ നേച്ചർ. നമുക്ക് കോടതി മുഖാന്തരം സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. മനസ്സിലാവുന്നുണ്ടോ? വി കനോട്ട് എൻഫോഴ്സബിൾ ദോസ് പ്രൊവിഷൻസ് ത്രൂ ദ കോർട്ട് ഓഫ് ലോ. കോടതി മുഖാന്തരം സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന സ്വഭാവത്തോടു കൂടിയ ഉള്ളതല്ല എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളും അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? അത് ഓർത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മാർഗനിർദ്ദേശ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ചോദിക്കാം. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാലും ഏതാണ്? നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഇനി വകുപ്പ് 44-നെ പറ്റി പറയുന്നു. എന്തിനെ പറ്റി പറയുന്നു? വകുപ്പ് 44 യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 44 എന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അപ്പൊ ഇവിടുത്തെ നിസ്സാരപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഒരു ചോദ്യം ചോദിക്കട്ടെ എങ്കിൽ പെട്ടെന്ന്. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. എന്നാൽ ഒരു ബാങ്കിന്റെ സൗകര്യാർത്ഥം മാത്രം മാറപ്പെടാൻ പറ്റുന്ന ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആര്? ചോദ്യം. എ ചെക്ക് പേയബിൾ ഓൺലി അറ്റ് ദി കൺവീനിയൻസ് ഓഫ് ദി ബാങ്ക്.
ഒരു ബാങ്കിന്റെ സൗകര്യാർത്ഥം മാത്രം പാസ്സാക്കപ്പെടാൻ പറ്റുന്ന ചെക്ക് എന്ന് നമ്മുടെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ വിളിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. പറയാമോ? ഒറ്റ ഉത്തരമേ ശരിയുള്ള. ആരായിരിക്കും പറയാമോ? അദ്ദേഹത്തിന്റെ പേരാണ് കെ.ടി. ഷാ. കെ.ടി. ഷാ. മറ്റൊരു പ്രീവിയസ് ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതു നിയമത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനോട് സാമ്യമുള്ളതാണ്? ഏതോ ഒരു പഴയ നിയമത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന ഭാഗത്തിനോട് സാമ്യമുള്ളതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഏതു നിയമത്തിന്റെ? പ്രീവിയസ് ചോദ്യമാണ്. ഉത്തരം ഏതാണെന്ന് പറയാമോ? പറയാം, ഏതായിരിക്കും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. Who described DPSP as the instrument of instructions? മാർഗനിർദ്ദേശക തത്വങ്ങളെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം ആരാണ് വിളിച്ചത്? ഉത്തരം ആരായിരിക്കും? ഒറ്റ ഉത്തരം ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. B.R. അംബേദ്കർ ആണ് വിളിച്ചത്. കണ്ടോ? DPSP ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വിളിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ B.R. അംബേദ്കർ ആണ് അപ്രകാരം വിളിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവുകയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇവിടുത്തെ ശരി ഉത്തരം. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ: 1, പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ. 2, വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. 3, വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഇതിലേതാണ് ശരി? ഈസി ആയിട്ട് നമുക്കറിയാം. 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ശരിയല്ലേ? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ് ശരി. നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. 1, 2, 3 പ്രസ്താവനകളും ശരിയായ ഉത്തരമാണ് അല്ലെ. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ളത് മാറ്റമില്ല. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. രൂപീകരിച്ചത് കേരള വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഏത് ആർട്ടിക്കിളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇതുപോലെ വനിതാ കമ്മീഷൻ നിയമം പോലെ പ്രത്യേക നിയമം പാസ്സാക്കാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക പ്രൊവിഷൻസ് നിർമ്മിക്കാനും പാർലമെന്റിന് തടസ്സമില്ല, പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയാമോ? ആർക്കാണെന്ന്? ഏതാണെന്ന് പറയാമോ? ആർട്ടിക്കിൾ മറന്നു പോകരുത്. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പഠിച്ചു വെക്കണം. 15(3). സ്ത്രീകൾ, കുട്ടികൾ മുതലായ വിഭാഗം എല്ലാം തന്നെ വീക്കർ സെഷൻസ്, ദുർബല വിഭാഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പ്രത്യേക നിയമനിർമ്മാണം നടത്താനൊക്കെ കരുത്തു പകരുന്ന ഒരു ആർട്ടിക്കിളാണ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ആർട്ടിക്കിൾ 15 ക്ലോസ് 3. ആർട്ടിക്കിൾ 15 എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയെയോ അയാളുടെ ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം അല്ലെ എന്നിവ അടിസ്ഥാനമാക്കി വിവേചനത്തോടെ കാണാൻ പാടില്ല എന്ന് പറയുന്നു. അതിന്റെ ക്ലോസ് 3-ലാണ് ഞാൻ ഈ പറഞ്ഞ സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് വേണ്ടി പ്രത്യേക പ്രൊവിഷൻസിനെ പറ്റി പറയുക. മറന്നു പോരുത്. കേരള സംസ്ഥാന പിന്നീട് ദേശീയ വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ്. പറയാമോ? ദേശീയ വനിതാ കമ്മീഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയാമോ ചോദിച്ചു കഴിഞ്ഞാൽ? www. പറയാമോ? nari.nic.in ആണ് കേട്ടോ. മറന്നു പോരുത്. കേരള ദേശീയ വനിതാ കേരള സംസ്ഥാന ദേശീയ വനിതാ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. www.nari.nic.in ആണെന്നൊക്കെ നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളത്താണ്. 3, സംസ്ഥാനത്തിലെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഇതിലെ 3ാമത്തെ പ്രസ്താവന എന്തായാലും ശരിയായിരിക്കും നമുക്ക് അനുമാനിക്കാമല്ലോ. ശരിയല്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം. അങ്ങനെ തന്നെ ആയിരിക്കണ്ടേ? വേണം എന്ന് പറയപ്പെടുന്നുണ്ട്. അത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ആർക്കും അറിയാം. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് നിങ്ങൾ ആൾറെഡി എല്ലാവർക്കും PSC പഠിക്കുന്ന ഒരു ഇതുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് തരും. ഇപ്പൊ 2 വരുന്ന എല്ലാം എലിമിനേഷൻ ടെക്നിക്ക് വഴി ഒഴിവാക്കാം. ശരിയായ പ്രസ്താവന ചോദിച്ചിരുന്നത് ഇവിടെ 2 വന്നേക്കുന്ന ഒഴിവാക്കി, ഇവിടെ 2 ഒഴിവാക്കി. പിന്നെതാ ഓപ്ഷൻ ഡി 1 and 3 ശരി ഉത്തരം. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടി. എങ്കിലും നമുക്കറിയാം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീ മനോജ് കുമാർ ആണ് ചെയർമാൻ എന്ന കാര്യം കൂടി നമ്മൾ അവിടെ ഓർത്തിരിക്കാം. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്
സ്റ്റേറ്റ് PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി, ഗവർണർ. ഇതും നിസ്സാരപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാം. ഉത്തരം ആരായിരിക്കും? ഓപ്ഷൻ ഡി, ഗവർണർ. അല്ലേ? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഡാഷ് ആണ്, ഭരണഘടനാ സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പറയാമോ? ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ ഏതാണ് പ്രതിപാദിക്കുക? 315. UPSC ഉണ്ടോ? ആൻഡ് സ്റ്റേറ്റ് PSC. സ്റ്റേറ്റ് PSC ചോദിച്ചാൽ, UPSC ചോദിച്ചാൽ ആർട്ടിക്കിൾ ഏതാണ്? 315 പ്രകാരമാണ് രൂപീകരിച്ചത്. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നും? എവിടെ നിന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കടമെടുത്തത്? ഉത്തരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കടമെടുത്തത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പൊതുവായി പ്രവർത്തിക്കുന്ന PSC, 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പൊതുവായി പ്രവർത്തിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ പേരാണ്, പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ്? ജോയിന്റ് സ്റ്റേറ്റ് PSC. ജോയിന്റ് സ്റ്റേറ്റ് PSC എന്ന് പറഞ്ഞാൽ സംയുക്ത സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് സ്റ്റേറ്റ് PSC. അല്ലേ? ജോയിന്റ് സ്റ്റേറ്റ് PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജോയിന്റ് സ്റ്റേറ്റ് PSC നിലവിലുണ്ടായിരുന്നത് എന്ന കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കേരള PSCയുടെ മുൻഗാമി എന്നറിയപ്പെട്ട PSC പറയാമോ? കേരള PSCയുടെ യഥാർത്ഥ മുൻഗാമി 1936 രൂപീകൃതമായ ഏതാണ്? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. ട്രാവൻകൂർ PSC. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാനാണ് ആരെന്നറിയപ്പെടുന്നത്? പറയൂ. GD നോക്സ് ആണ് തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ. തിരുവിതാംകൂർ PSC നിർത്തലാക്കിക്കൊണ്ട് പിന്നീട് തിരുക്കൊച്ചി PSC വന്നു. തിരുക്കൊച്ചി PSC വന്നത് 1949 തിരുക്കൊച്ചി സംയോജനം. ഓർമ്മയുണ്ടോ? തിരുക്കൊച്ചി PSCയുടെ ആദ്യ ചെയർമാനാണ്, പറയാമോ? എന്താണ് പേര്? ആരാണ്? സി കുഞ്ഞിരാമൻ ഉണ്ടോ? തിരുക്കൊച്ചി PSCയുടെ ആദ്യ ചെയർമാനാണ് സി കുഞ്ഞിരാമൻ. തിരുക്കൊച്ചി PSC ഒക്കെ നിർത്തലാക്കിക്കൊണ്ട് കേരള PSC വന്നു, ശരിയല്ലേ? കേരള PSC നിലവിൽ വന്ന ഡേറ്റ് 956 നവംബർ കേരളപ്പിറവി. കേരള PSCയുടെ ആദ്യ ചെയർമാന്റെ പേര് പറയാമോ? കേരള PSCയുടെ ആദ്യ ചെയർമാന്റെ പേരാണ്, ആർക്ക് പറയാം? എന്താണ് പേര്? VK വേലായുധൻ. ഉണ്ടോ? VK വേലായുധനാണ് കേരള PSCയുടെ ആദ്യ ചെയർമാൻ. VK വേലായുധൻ. അല്ലേ? കേരള PSCയുടെ നിലവിലെ ചെയർമാനാണ് ആര്? MR ബൈജു ആണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയോഗിക്കുമ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് എന്നാണെന്ന് അറിയണ്ടേ? എന്നാണ് രൂപീകൃതമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ? 2007 പറയാമോ? മെയ് മാസം 4-ാം തീയതി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായി. അല്ലേ? 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. ദുരന്ത നിവാരണ നിയമത്തിലെ ഏത് വകുപ്പ്, ഏത് സെക്ഷൻ പ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി? അതിനെ എങ്ങനെ വിളിക്കും? KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകൃതമായത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയാമോ? സെക്ഷൻ 14 ക്ലോസ് 1 14 ചോദിക്കാം. 14 പ്രകാരമാണ് KSDMA രൂപീകരിച്ചത്. KSDMA എന്താണ്? സ്വയംഭരണാവകാശം ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഒരു നോൺ ആറ്റോണമസ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് KSDMA. മനസ്സിലാവുന്നുണ്ടോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം പറയാമോ? എന്താണെന്ന് പറയാമോ? ആപ്തവാക്യം പെട്ടെന്ന് പറഞ്ഞ എന്താണ്? സുരക്ഷായനം, അല്ലെങ്കിൽ ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ്, സുരക്ഷായനം. KSDMAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആർക്ക് പറയാം? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പറയാമോ? www, ഇവിടം വരെ വളരെ ശരിയാണ്, ബാക്കി പറയൂ. www. എന്താണ്? sdma.kerala.gov.in. ഇതാണ് നമ്മുടെ എന്തിന്റെ KSDMAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതൊക്കെ ഓർത്തിരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മുഖ്യമന്ത്രി സമയത്ത് 2007 ആരായിരിക്കും? VS അച്യുതാനന്ദൻ. ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? VS അച്യുതാനന്ദൻ. KSDMAയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. KSDMAയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? റവന്യൂ മന്ത്രി. CEO ആരായിരിക്കും? CEO സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കും. കൺവീനർ ആരായിരിക്കും? കൺവീനർ ദുരന്ത നിവാരണ റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും കൺവീനർ.
വകുപ്പ് മേധാവി ആരായിരിക്കും? കൺവീനർ തന്നെയാണ് വകുപ്പ് മേധാവി. KSDMയുടെ വകുപ്പ് മേധാവി ദുരന്ത നിവാരണ റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി ആരായിരിക്കും? മെമ്പർ സെക്രട്ടറി KSDMയുടെ മെമ്പർ സെക്രട്ടറി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ SEOC മേധാവി. SEOC മേധാവി. വാട്ട് ഈസ് SEOC? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. അതാണ് SEOC, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ മേധാവി. ആരാണ് SEOC മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? പറയാമോ? ആരായിരിക്കും? ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി. ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് SEOC ചെയർമാൻ അല്ലെങ്കിൽ SEOC തലവൻ. ഈ SEOCയുടെ തലവനാണ് KSDMയുടെ ആരെന്നറിയപ്പെടുന്നത്? പറയൂ, മെമ്പർ സെക്രട്ടറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നമ്മുടെ അവസാന ക്വസ്റ്റ്യൻ, സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത്? സംസ്ഥാന സിവിൽ സർവീസ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ സിവിൽ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 309 മുതൽ 314 വരെ. പ്രസ്താവന 1 തെറ്റായ പ്രസ്താവനയാണ്, കണ്ടെത്താൻ പറ. 1, സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് സംസ്ഥാന സിവിൽ സർവീസ്. അത് ഏതാണ്ട് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, ഏതാണ്ടല്ല ശരിയാണ്. 2, സംസ്ഥാന പബ്ലിക് സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. ശരിയാണല്ലോ. നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന PSC അല്ലേ? ആണോ അല്ലയോ? ആണ്. 2 ശരി. രണ്ടാമത്തെ പ്രസ്താവന ശരി. 3, സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ്. തെറ്റ്. സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലല്ല സംസ്ഥാന സിവിൽ സർവീസ് ഉള്ളത്. ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആഭ്യന്തര മന്ത്രിയാണെന്നൊക്കെ പറയാൻ പറ്റും. ഒരിക്കലും ഗവർണർ അല്ല. ഗവർണർ എന്നറിയപ്പെടുന്നത് ഒരു ഭരണഘടനാപരമായ പദവിയാണ്. സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഗവർണർ. അപ്പോ ഇവിടുത്തെ ഇനി 4 വായിച്ചു നോക്കേണ്ട കാര്യം പോലും ഇല്ല. C ആണ് ശരി. എങ്കിലും 4 വായിക്കുക. ഇവരുടെ വേതന സേവന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിനെ ഓർത്തിരിക്കണേ ഉദ്യോഗാർത്ഥികളെ. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 ബ്രാഞ്ചുകളായി തിരിക്കാം. ഒന്നാമത്തെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ്, പറയൂ, അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ്. രണ്ടാമത്തതാണ് കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ്. മൂന്നാമത്തതാണ് നമ്മുടെ ചോദ്യം ഏത്? സംസ്ഥാന സിവിൽ സർവീസ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ IAS? കേട്ടിട്ടുണ്ടോ? IPS, IFOS ഒക്കെ ഓൾ ഇന്ത്യ സർവീസ് ആണ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ കേന്ദ്ര സർവീസ് ആണ്. അതുപോലെ GST സർവീസ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ LSGS, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി മുതലായ പദവിയിലെ സംസ്ഥാന സർവീസ് ആണ്. ഇതിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള നയങ്ങൾ നടപ്പിലാക്കാൻ നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥരെ ഒന്നാകെ വിളിക്കുന്ന പേരാണ് സംസ്ഥാന സിവിൽ സർവീസ്. ഓർക്കുക, സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് ഏത്? സ്റ്റേറ്റ് PSC, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നല്ല. പ്രിയ ഉദ്യോഗാർത്ഥികളെ, വളരെ കുറച്ച് സമയം കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ ചോദ്യങ്ങളുമായി തൊട്ടടുത്ത ഒരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. നമ്മുടെ ACB അക്കാദമിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS 3 പരീക്ഷകളുടെ കോംബോ ബാച്ച് 3-in-1 ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മികച്ച ഓഫറിൽ ഈ ഒരു കോഴ്സ് ലഭിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടോ താഴെ കമന്റ് ചെയ്തുകൊണ്ടോ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.